നമസ്കാരം. ഗുജറാത്തിൽ മുഖ്യമന്ത്രി വിജയ് രൂപാനി അടക്കമുള്ള പ്രമുഖരുടെ വിധി പെട്ടിക്കുള്ളിലായി കഴിഞ്ഞു. സൗരാഷ്ട്രയിലും സൗത്ത് ഗുജറാത്തിലുമായി 89 സീറ്റുകളിലാണ് ഇന്ന് സമ്മതിദാനം വിനിയോഗിക്കപ്പെട്ടത്. മോദിയുടെ സ്വന്തം നാട്ടിൽ BJPക്ക് ഇത് അഭിമാന പോരാട്ടമാണ്. രാഹുലിന് ഇത് ആത്യന്തിക പരീക്ഷയും. ഇതിനിടെ വിവാദങ്ങളും കൊഴുക്കുകയാണ് ഗുജറാത്തിൽ. പാക് അനുകൂലികളാണ് കോൺഗ്രസ് നിരയിലെ നേതാക്കളിൽ പലരുമെന്ന് BJP മഹാത്മാഗാന്ധിയെ അപമാനിച്ചെന്ന് കോൺഗ്രസ്. ആര് നേടും ഗുജറാത്ത്? ഒന്നാം ഘട്ടം കഴിയുമ്പോൾ ഗുജറാത്തിൽ ആർക്ക് കടുപ്പം, ആർക്ക് എളുപ്പം? ന്യൂസ് ആൻഡ് വ്യൂസിന്റെ ചോദ്യങ്ങൾ. അഞ്ചാമതും ഭരണത്തിൽ തിരിച്ചെത്താൻ പഠിച്ച പണികളെല്ലാം നോക്കുന്ന BJPക്ക് മോദിയുടെ സ്വന്തം നാട്ടിൽ ഇക്കുറി അടിതെറ്റുമോ? ജാതി നേതാക്കൾ ഉയർത്തിയ പുതിയ സമവാക്യങ്ങളുടെ ധ്രുവീകരണത്തിലോ ഇത്തവണ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ ആശ്വാസം? വിവാദ രാഷ്ട്രീയത്തിന്റെ ബലാബലത്തിൽ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുന്നതിൽ ഒടുവിൽ ആര് വിജയിക്കും? നയങ്ങളിലും നേതാക്കളിലും അത്ഭുതമുണ്ടാക്കാൻ ഇപ്പോഴും സാധിക്കാത്ത കോൺഗ്രസിന്റെ പ്രതീക്ഷ BJP സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിലും. 18 അടവും പയറ്റി 18-ന് കരകയറാൻ ശ്രമിക്കുന്നവർക്ക് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത് എന്ത് രാഷ്ട്രീയം? ഗുജറാത്ത് ആർക്ക്? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, BJP വക്താവ് MS കുമാർ, CPM നേതാവ് SK സജീഷ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഷാജി M ജോസഫ് എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ MS കുമാർ, ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞു. മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ വിധി കാത്ത് ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എന്താണ് BJPയുടെ പ്രതീക്ഷ? അല്ല, BJPയുടെ പ്രതീക്ഷയ്ക്ക് എന്താ പ്രശ്നം? നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ റിസൾട്ട് കഴിഞ്ഞാൽ അനായാസം ജയിക്കുന്ന ഏതെങ്കിലും ഒരു കക്ഷി അനായാസം ജയിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കണ്ടാൽ വലിയ ശക്തിയേറിയ മത്സരം, പ്രവചിക്കാനാകാത്ത മത്സരം എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കും. കാഴ്ചക്കാർക്ക് അങ്ങനെ തോന്നുകയും അത് ജനാധിപത്യത്തിൻ്റെയും വോട്ടെടുപ്പിൻ്റെയൊക്കെ ഒരു ഭംഗിയാണ്. പക്ഷേ ഗുജറാത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട, ഗുജറാത്തിൽ BJP തന്നെ ജയിക്കും, BJP തന്നെ അധികാരത്തിൽ വരും. അങ്ങനെ അല്ല എന്ന് തോന്നുന്നത് BJP പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ ഒരു അന്തരീക്ഷം അത് കാണുന്നവർക്കുണ്ടാകുന്ന തോന്നലും മാത്രമാണ്. മറിച്ച് BJP അവിടെ പരാജയപ്പെടുമെന്നുള്ള യാതൊരു ആശങ്കയും ഭീതിയും ഒരു BJPക്കാർക്കും ഇല്ല. സത്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ലതായി. എന്തുകൊണ്ടാണ് BJPക്ക് ഇത്രയധികം ആത്മവിശ്വാസം ഗുജറാത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നതിന് കാരണം? തീർച്ചയായിട്ടും എന്തിന് ആത്മവിശ്വാസം ഇല്ലാതിരിക്കണം? കാരണം ഞാൻ ചോദിക്കട്ടെ, BJP സംഘടനാപരമായി വലിയ പ്രതിസന്ധിയെ നേരിട്ടൊരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേശുഭായ് പട്ടേൽ എന്ന് പറയുന്ന BJPയുടെ മുതിർന്ന നേതാവ്, അദ്ദേഹമാണ് ശരിക്കും BJPക്ക് അവിടെ ഒരു അടിത്തറ ഉണ്ടാക്കിയതും പട്ടേൽ സമുദായത്തിൻ്റെയൊക്കെ വലിയ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവുമൊക്കെ ആയിരുന്നു. കേശുഭായ് പട്ടേൽ BJP വിട്ടുപോയി മറ്റൊരു കക്ഷി ഉണ്ടാക്കി BJP എതിർത്ത തിരഞ്ഞെടുപ്പിൽ പോലും അതാണ് വേണമെങ്കിൽ സംഘടനാപരമായി ഒരു തെരഞ്ഞെടുപ്പ് സ്വപ്പം ഒരു തലവേദന BJPക്ക് ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും BJPയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഗുജറാത്തിലെ ജനങ്ങൾക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല. തീർച്ചയായിട്ടും അവിടെ BJP തന്നെ വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ താങ്കൾ ഇത് വിലയിരുത്തുമ്പോൾ ഈ ജാതിയുടെ പേരിൽ പുതിയ ചില നേതാക്കൾ വന്നത്, ഹാർദിക് പട്ടേലും അൽപേഷ് ഠാക്കൂറും ജിഗ്നേഷ് മേവാനിയും ഒക്കെ വന്നതും, ഈ പഴയ ജാതിപരമായ സമവാക്യം BJPക്ക് അനുകൂലമായിരുന്നതും ഇപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളതും കാണാതെയാണോ ഇത് പറയുന്നത്? തീർച്ചയായിട്ടും അത് കാണാതെ അല്ല ഞാൻ പറയുന്നത്. 20 വർഷമായി, ഏതാണ്ട് 20 വർഷമായി BJP സംസ്ഥാനം ഭരിക്കുകയാണ്. 3 വർഷമായി ഇന്ത്യ മഹാരാജ്യം BJP ഭരിക്കുകയാണ്. എന്തുകൊണ്ട് ആ ഭരണങ്ങളെ അവിടെ ചർച്ച ചെയ്തില്ല, വികസനം ചർച്ച ചെയ്തില്ല? ഈ ജാതി രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് വിജയിച്ച് കയറാം എന്നുള്ള കോൺഗ്രസിൻ്റെ ആ മനക്കോട്ടയാണ് ഇവിടെ തകരാൻ പോകുന്നത്. അത് ഒരു സമുദായങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങളും വളരെ സീരിയസ് ആയി ഉള്ളതൊന്നുമല്ല അവിടെ. ഇപ്പം ഞാൻ അതിൻ്റെ വിശദമായ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ഹാർദിക് പട്ടേൽ എന്ന് പറയുന്ന ഒരു യുവാവ് പട്ടേൽ സമുദായത്തിന് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം അവിടെ നടത്തി. ആ പ്രക്ഷോഭത്തിൻ്റെ ഗതി എന്തായാലും നമുക്കൊക്കെ അറിയാം. പട്ടേൽ സമുദായത്തിൻ്റെ പോലും ഭൂരിപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ 100% ആളുകളുടെയും യോജിപ്പോ ഒരു സഹായമോ അനുഭാവമോ ഒന്നും ഉള്ളൊരു സമരമായിരുന്നില്ല അതൊരു ഭാഗത്ത്. അതേപോലെ ചില്ലറ സമരങ്ങൾ, അങ്ങനെയുള്ള ആ ജാതി സമവാക്യങ്ങൾ വെച്ച് കുറച്ച് വാർത്തയൊക്കെ ഉണ്ടാക്കി വന്ന 3 ചെറുപ്പക്കാരുടെ തോളിൽ കയറി അധികാരത്തിൽ കയറാമെന്നുള്ള കോൺഗ്രസിൻ്റെ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ഇല്ലാതാകാൻ പോകുന്നത്. മറ്റൊന്ന്, അന്തസ്സോടുകൂടി രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട കോൺഗ്രസ്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ജാതിയുടെയും ഉപജാതിയുടെയും ഒക്കെ പേര് പറഞ്ഞ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരെ കൂടെ കൂട്ടി
ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത് ജയിക്കാമെന്നും അധികാരത്തിലെത്താമെന്നും ഒക്കെ വ്യാമോഹിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ ജനാധിപത്യ ബോധം എത്രമാത്രം അതപ്പതിച്ചിരിക്കണം എന്നാണ്. ശരി, അത് കോൺഗ്രസ് മറുപടി പറയട്ടെ. പക്ഷേ ഒരു ചോദ്യം കൂടി ശ്രീ എം എസ് കുമാർ. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസ് തെളിച്ച വഴിയിലേക്ക് ബി ജെ പിയും എത്തിയോ? ഈ വികസനമൊന്നും ബി ജെ പിയും ചർച്ച ചെയ്തില്ലല്ലോ. ബി ജെ പിയും ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യുന്നത് എന്താണ്? രാഹുലിൻ്റെ ക്ഷേത്ര ദർശനങ്ങൾ, ഈ പറയുന്ന രാഹുലിൻ്റെ ജാതി മതം, അവിടെ ജാതിപരമായി ആർക്ക് അനുകൂലമാണ് വോട്ട്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധിയേക്കാൾ വലുതായി രാജ്യത്തിൻ്റെ പിതാവ് മോഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ വിവാദം. ഇതൊക്കെയാണല്ലോ നിങ്ങളും നടത്തുന്നത്? ഞങ്ങൾ മാത്രം പറയുന്നെങ്കിൽ വിവാദമാകില്ലല്ലോ ലാലേ. അതങ്ങനെയല്ല. ആദ്യം മുതൽ വികസനത്തിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പി ആണ്. പിന്നീടാണ് മറ്റു പല കാര്യങ്ങൾ കോൺഗ്രസ് പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ ഈ ജാതി രാഷ്ട്രീയം അവിടെ പ്രചരിപ്പിച്ചതിൻ്റെ മൂർധന്യത്തിലാണല്ലോ മണിശങ്കർ അയ്യരെ പോലൊരാൾ നരേന്ദ്രമോദിയെ വില കുറഞ്ഞ തരംതാണ വിധത്തിൽ അധിക്ഷേപിച്ചത്, ജാതീയമായി അധിക്ഷേപിച്ചത്, കോൺഗ്രസിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി. തെരഞ്ഞെടുപ്പ് വേളയായതുകൊണ്ടാണ് പുറത്താക്കിയത്. ഇതിലും മോശമായി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ മണിശങ്കർ അയ്യർ ചായക്കച്ചവടക്കാരനെന്ന് മോദിയെ അധിക്ഷേപിച്ചപ്പോൾ പുറത്താക്കിയില്ലല്ലോ, നടപടിയെടുത്തില്ലല്ലോ, സമാധാനം പോലും ചോദിച്ചില്ലല്ലോ. അപ്പം എങ്ങനെയൊക്കെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അതപ്പതിക്കുന്നത്, അതിൻ്റെ സംസ്കാരം അതപ്പതിക്കുന്നത് എന്ന് രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, അതിന് മറുപടി കിട്ടുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ബി ജെ പി പറയുന്നതിൽ ഒരു ചെറിയ കാര്യമുള്ളത് 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം വെച്ച് 2014 എത്തുമ്പോൾ ബി ജെ പി തൂത്തുവാരുന്ന ഗുജറാത്ത് തന്നെയാണ് കണ്ടത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശങ്ങളിൽ 84ഓളം സീറ്റുകളിൽ 89-ൽ 84ഓളം സീറ്റുകളിൽ 2014 മോഡി പ്രധാനമന്ത്രിയാക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കാണ് ഗുണമുണ്ടായത്. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലെങ്കിൽ 3 വർഷം ആകുന്ന ഘട്ടത്തിൽ ഒരു മാറ്റമുണ്ടായി. ഗുജറാത്ത് ഏത് തലത്തിലാണ് ബി ജെ പിക്ക് എതിരാകുന്നത് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ? ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ സജീഷോ അല്ലെങ്കിൽ നമ്മളാരും ഗുജറാത്തിൽ ബി ജെ പി തോൽക്കണം എന്നാഗ്രഹിച്ചാൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കുമാർ പറഞ്ഞ് ശരിയാണ്. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ബി ജെ പി ഗുജറാത്തിൽ തോക്കണമെന്ന് വിചാരിച്ച് എങ്ങനെ തോക്കുന്നേ? പക്ഷേ ഗുജറാത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. അതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തനോ ഞാനോ സജീഷോ ഒന്നും അല്ല ആഗ്രഹിക്കുന്ന. ഗുജറാത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ കുമാർ പറഞ്ഞു വികസനം ചർച്ച ചെയ്തില്ലെന്ന്. അവിടെ എല്ലാം വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അത് കോൺഗ്രസ് അത് തുടങ്ങി വെച്ചതെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 22 വർഷം ഗുജറാത്ത് ഭരിച്ച ഒരു പാർട്ടി, അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്തിരിക്കുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് ഇത്രയും നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരു പ്രകടന പത്രിക ഇറക്കാൻ അവർ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ പ്രകടന പത്രിക ഇറക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ പ്രകടന പത്രിക എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് 1 വർഷം 10 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുക്കും, 5 കൊല്ലം കൊണ്ട് ഞാൻ 50 ലക്ഷം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കും. എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തു? അപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ടേ? അപ്പോൾ ഒരു പ്രകടന പത്രിക ഇറക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ ഒരു ചുക്കും നടന്നിട്ടില്ല. അവിടെ നമുക്കറിയാം തൊഴിലില്ലാത്തവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ CAG-യുടെ കണക്ക് പ്രകാരം പറയുന്നത് 1,98,000 കോടി രൂപയുടെ കടത്തിലേക്ക് ഗുജറാത്ത് പോയിരിക്കുന്നു. എവിടെ ഗുജറാത്ത്? മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പറഞ്ഞത് GST ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ത്യയുടെ മണ്ണിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. GST നടപ്പിലായാൽ ഗുജറാത്തിന് 12,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാ. അന്ന് ശ്രീ മൻമോഹൻ സിംഗ് ഈ GST കൊണ്ടുവരാൻ പോയപ്പോൾ അതിശക്തമായി എതിർത്ത ഒരാളാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ന് വളരെ മോശപ്പെട്ട ഭാഷയിലാണ് ആ GST കൊണ്ടുവന്നിരിക്കുന്നത്. ആ GST ഗുജറാത്തിന്റെ സമ്പദ്ഘടന അടിച്ചു തകർത്തിരിക്കുന്നു. വജ്ര വ്യാപാരികൾ, ടെക്സ്റ്റൈൽ വ്യാപാരികൾ എല്ലാം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല അവിടെ കർഷകരുടെ ഓരോ വർഷവും സബ്സിഡികൾ വെട്ടിക്കുറച്ചിട്ട് മുഴുവൻ സബ്സിഡികളും കോർപ്പറേറ്റുകൾക്കാക്കി നീക്കിവെച്ചിരിക്കുന്നു. ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കോർപ്പറേറ്റുകൾക്കായി നികുതിമായി. ഇത്തവണ ഗുജറാത്തിലെ ചർച്ച ഡിമോണിറ്റൈസേഷനും GSTയും കഴിഞ്ഞ 3 കൊല്ലക്കാലമായി നരേന്ദ്രമോദി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്കറിയാം. 15 ലക്ഷം രൂപ വില കൊണ്ട് ഗുജറാത്തിലെ ആളുകൾ പ്രതീക്ഷിച്ചില്ലേ? പാവപ്പെട്ടവർ, ഞങ്ങളുടെ ഗുജറാത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചാൽ 100 ദിവസത്തിനുള്ളിൽ 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരും. ജനങ്ങൾ കൊടുക്കാൻ പറ്റിയോ? 2 കോടി ആളുകൾക്ക് 1 വർഷം ജോലി കൊടുക്കാൻ പറ്റിയോ? ശരി, ഓരോന്നെടുക്ക്. പെട്രോളിന്റെ വില നിർണ്ണയ അധികാരം പെട്രോളിയം കമ്പനിയിൽ നിന്ന് എടുത്തു മാറ്റും എന്ന് പറഞ്ഞു. ഇപ്പൊ പെട്രോളിന്റെ മാത്രമല്ല ഡീസലിന്റെ
കൂടെ വില നിർണ്ണയിക്കാനുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മാത്രമല്ല ഒരു മിനിറ്റ് അത് അങ്ങേക്ക് തന്നെ പറയാം. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ തന്നെ എതിർക്കാൻ വേണ്ടി പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ തന്നെയാണോ ഗുജറാത്തിൽ ചർച്ചയായത്? ഗുജറാത്തിൽ ജനങ്ങൾക്കൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിലും കോൺഗ്രസും ഈ കാര്യങ്ങൾ പറഞ്ഞോ? പ്രകടന പത്രിക ഇല്ലാത്ത BJP തുറന്നു കാട്ടിയോ? അവിടെ നടന്നത് പക്ഷേ ജാതിപരമായ ധ്രുവീകരണങ്ങളും മറ്റ് അസംതൃപ്തിയും സ്വാഭാവികമായി കോൺഗ്രസിന് അനുകൂലമാവുന്ന ഒരു ഘട്ടമല്ലേ ഉണ്ടായത്? ഇവിടെ ആരാണ് ജാതി രാഷ്ട്രീയം കളിക്കുന്നതെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കോൺഗ്രസ് ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇവിടെ രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിലെ ഒരു അംഗമാണ്. നെഹ്റു കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് ജാതിയുണ്ടോ? അവർ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകമാണ്. അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ രാഹുൽ ഗാന്ധി ഹിന്ദുവാണോ അല്ലെങ്കിൽ അഹിന്ദുവാണോ എന്നുള്ള ചർച്ചയായിരുന്നു നരേന്ദ്രമോദിക്ക്. ഇനിയിപ്പോ പറയാമല്ലോ, നീചമായ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുന്നതിനാണ് നീചനെന്ന് വിളിക്കുന്നത്. നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് ഒരു ജാതിയുടെ ഇതാണെന്ന് അപ്പം നരേന്ദ്രമോദി പറയുന്നത്. എന്നെ ജാതി പേര് വിളിച്ചു, എൻ്റെ അച്ഛന് പറഞ്ഞു, എൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു. ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്ര തരം താണ ഒരു ചരിത്രം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയമായി കാണണം. നീചമായ പ്രവൃത്തി ഒരാൾ ചെയ്യുന്നു, നമ്മൾ പറയില്ലേ ഇത് എത്ര നീതി, ഇത് മണിശങ്കരേർക്ക് അബദ്ധം പറ്റിയാണ്. ഈ നീചനെന്ന് മാറ്റിയിട്ട് തറയെന്ന് വിളിക്കണം. തറപ്പണി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ജാതി പേര് പറയൂ? ഇത്ര എന്തെങ്കിലും ഒരു കാര്യം 3.5 വർഷമായി പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വാക്കുകൊടുത്തിട്ട് മൈതാന പ്രസംഗമല്ലാതെ ഈ പ്രധാനമന്ത്രി എന്ത് ചെയ്തു? ഞാൻ ഇന്നും ഓർക്കുന്നു, അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കരൺ താപ്പർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. 5 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ഉത്തരം തെറ്റി. രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. നാലാമത്തെ ചോദ്യമായപ്പം ജീവനും കൊണ്ടോടി. ചേര പിടുത്തക്കാരെ കാണുമ്പോൾ ചേര ഓടുന്ന പോലാണ് മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓടുന്നത്. ഇന്ന് വരെ ഈ 3.5 കൊല്ലമായി അദ്ദേഹം എത്രയോ രാജ്യങ്ങൾ പോയി. ശരി, എല്ലാ പ്രധാനമന്ത്രിയും ലോക രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരെ കൂടെ കൊണ്ടുപോകും. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വിമാനത്തിനകത്ത് ഒരു പത്രസമ്മേളനമുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിനെ ഭയപ്പെടുന്നു, പത്രക്കാരെ ഭയപ്പെടുന്നു? അദ്ദേഹത്തിന് മൈതാന പ്രസംഗമാ. ഒരു ഞാൻ വളരെ പച്ചയ്ക്ക് പറയാം, ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും താഴ്ന്നതിനേക്കാൾ തരം താണ് ഒരു പ്രധാനമന്ത്രി. ഗുജറാത്തിൽ എത്ര റാലി പങ്കെടുത്തു? ശരി, കോൺഗ്രസ് ഈ രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോഴും ചാനൽ ചർച്ചയിൽ ഈ രീതിയിലൊക്കെ ശ്രീ ഉണ്ണിത്താനെ പോലുള്ളവർ ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ഫലവത്തായി കോൺഗ്രസ് ഇത്തവണ ഗുജറാത്തിൽ അധികാരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ഈ 1ാം ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ? ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ സൗരാഷ്ട്ര ഗുജറാത്തിന്റെ ഒരു കെമിസ്ട്രി അതാണ്. സൗരാഷ്ട്രയിൽ ആരാണോ ലീഡ് ചെയ്യുന്നത് അവർ ഗുജറാത്ത് ഭരിക്കുമെന്നുള്ളതാണ് അവിടുത്തെ ഒരു വാദം തന്നെ. ഇത്തവണ സൗരാഷ്ട്രയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യും, ഗുജറാത്ത് ഞങ്ങൾ ഭരിക്കും. കാരണം 22 വർഷമായി പറഞ്ഞ ഒരു കാര്യവും നടക്കുന്നില്ല. പട്ടിണിയും പരിവട്ടമാണ്. ഇവിടെ ഗുജറാത്ത് മോഡൽ എവിടെ? ഒന്നാം ഘട്ടത്തിൽ ഇപ്പോൾ കണ്ട ഈ പ്രചരണത്തിന്റെയും ഇന്നത്തെ പോളിംഗിന്റെയും ശതമാനത്തിന്റെയും കണക്കുകൾ ഏതാണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഗുജറാത്തിൽ കോൺഗ്രസിന്റെയും BJPയുടെയും ഈ വാദമുഖങ്ങളിൽ എന്താണ് ശരിക്കും നടക്കുക എന്ന വിലയിരുത്തലാണ് CPMനുള്ളത്. അതായത് പ്രിയപ്പെട്ട ശ്രീ MS കുമാർ അതിയായ വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വേളയിൽ പോലും ശ്രീ അമിത്ഷായ്ക്ക് പോലും പ്രകടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമിത്ഷാ ആദ്യം പറഞ്ഞത് 150+ എന്നാണ്. അത് പറയാനൊരു കാരണം, ഞങ്ങൾ ഏറ്റവും വലിയ വിജയം നേടാൻ വേണ്ടി പോകും. 1985 മാധവ് സിംഗ് സോളങ്കിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനുണ്ടായതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷം രാജീവ് ഗാന്ധി കടന്നു വരുന്ന ആ സമയത്തുണ്ടായ ഒരു വൻ പ്രതീക്ഷയിലുണ്ടായ ഭൂരിപക്ഷത്തെ ഞങ്ങൾ മറികടക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 100+, 110+, 120+ എന്നൊക്കെ മാറ്റുന്നു. കാരണം അവർ തന്നെ 10-40 സീറ്റ് അവർ പറഞ്ഞതിന് പുറകോട്ട് പോയി എന്നതിൽ കാണാം. ഒന്നത്. രണ്ടാമത്തേത്, ഈ ഇപ്പം നടക്കുന്ന ഈ 1ാം ഘട്ടം വളരെ പ്രാധാന്യമുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ 63 സീറ്റുകൾ BJP ഈ മേഖലയിൽ നേടിയതാണ്. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമീണ മേഖല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സൗരാഷ്ട്ര ഉൾപ്പെടെയുള്ള, സൂററ്റ് ഉൾപ്പെടെയുള്ള, കച്ച് ഉൾപ്പെടെയുള്ള, തെക്കൻ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ സൂററ്റിൻ്റെ കാര്യമെടുത്താൽ അവിടെയുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ, അവർക്ക് നേരത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അത് വളരെ കൃത്യമായി ഹാർദിക് പട്ടേൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം പട്ടേൽ വിഭാഗത്തിന് പൊതുവെ മുസ്ലിം വിഭാഗം എതിരാണ്. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ഹാർദിക് പട്ടേൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ BJPയെ തോൽപ്പിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ആ രീതിയിൽ എല്ലാ വോട്ടും സ്വരൂപിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. മറ്റൊന്ന്, ഈ പട്ടേൽ വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പട്ടേൽ വിഭാഗത്തിന്റെ സമരം എന്തിനു വേണ്ടിയായിരുന്നു?
ഈ കേവലമായ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു സംവരണവുമായി ബന്ധപ്പെട്ട് മാത്രം അതിനെ കാണുന്നതിനപ്പുറത്തേക്ക് ആ വിഭാഗത്തിൽപ്പെട്ട കർഷകർ, ചെറുകിട വ്യാപാരികൾ ഇവരനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. കാർഷിക പ്രശ്നങ്ങൾ തന്നെയാണ്. കാർഷിക മേഖല തകർന്നടിഞ്ഞപ്പോഴാണ് ആ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു തൊഴിൽ തേടി പോകുന്നത്. അപ്പോൾ ഗുജറാത്തിലെ അവസ്ഥ എന്താണ്? ഗുജറാത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ് എന്ന് മാത്രമല്ല, നേരത്തെ ഇവിടെ കണക്കും കാര്യങ്ങളും പറഞ്ഞു. പോലീസിൽ പോലും കോൺട്രാക്റ്റിൽ നിയമനം നടത്തുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗുജറാത്ത്. അങ്ങനെ മാറിയിരിക്കുകയാണ്. പോലീസിൽ പോലും കോൺട്രാക്ട് നിയമനം, അധ്യാപകരെ നിയമിക്കുന്നില്ല. ഇതെല്ലാമായ സാഹചര്യത്തിലാണ് അവിടെ വലിയ പ്രക്ഷോഭം പട്ടേൽ വിഭാഗത്തിന്റെ പേരിൽ വരുന്നത്. ആ പ്രക്ഷോഭം ശരിക്കും ഒരു കാർഷിക പ്രക്ഷോഭമാണ്. കാർഷിക മേഖലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ എടുത്ത നിലപാട് എന്താണ്? ഇന്നേ വരെ ഗുജറാത്ത് ഭരിച്ച എല്ലാവരും തന്നെ കർഷകർക്ക് നൽകുന്ന ഈ അവരുടെ താങ്ങുവില, ആ താങ്ങുവില പ്രഖ്യാപിച്ച എല്ലാ കാലഘട്ടത്തിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ മോദി ഇപ്പോൾ പ്രഖ്യാപിച്ച താങ്ങുവില ഓരോന്നിനും എടുത്ത് പറഞ്ഞാൽ, ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, 20 കിലോ ഉള്ള ഒരു മഞ്ഞ് എന്ന് അറിയപ്പെടുന്ന ഒരു ഇതിലാണ് അത് കണക്കാക്കുന്നത്. അങ്ങനെ കണക്കാക്കുമ്പോൾ പരുത്തിക്ക് 1500 രൂപ കൊടുക്കുന്നു മോദി പറഞ്ഞു. കൊടുത്തത് എത്രയാണ്? 1000-ൽ താഴെ മാത്രം. അതുപോലെ തന്നെ നിലക്കടക്കിലേക്ക് 900 രൂപ കൊടുക്കുന്നു പറഞ്ഞു, 600-ൽ താഴെ മാത്രം. തോരപ്പരിപ്പിന് 800, അത് 500, ആ റേഞ്ചിൽ നിൽക്കുന്നു. അപ്പൊ കർഷകർ വലിയ പ്രതിഷേധത്തിലാണ്. ഈ കർഷകരുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ GST ഉൾപ്പെടെ, നോട്ട് നിരോധനം ഉൾപ്പെടെ വന്നപ്പോൾ ചെറുകിട വ്യാപാരികളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ യുവാക്കളുടെ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള അതിരൂക്ഷമായ പ്രശ്നങ്ങൾ വരുന്നു. ഈ പ്രശ്നങ്ങൾ സ്ത്രീകളെയും കുടുംബങ്ങളെയും ബാധിച്ചിരിക്കുന്നു. ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ടവരുടെ പ്രശ്നങ്ങളാണ് ജാതീയമായും മറ്റുമെല്ലാമായി ഗുജറാത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരമായി ഗുജറാത്തിനെ നിലനിർത്തിയിട്ടുണ്ട്. അത് ശരിയായ നിലയിൽ വന്നാൽ ഗുജറാത്തിൽ BJPക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കം. തീർച്ചയായിട്ടും ശ്രീ ഷാജി എം ജോസഫ്, അപ്പോൾ ഈ രീതിയിലാണ് ഗുജറാത്തിൽ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ കാര്യങ്ങളെങ്കിൽ പട്ടേൽ രാഷ്ട്രീയം, മറ്റു ജാതി പിന്നോക്ക ജാതിക്കാരുടെയൊക്കെ, ദളിത് ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയം, കർഷകരുടെ വല്ലാത്ത സംഘർഷം, ഇതിനൊക്കെ പുറമെ ഇതിൽ നിന്നൊക്കെ മാറ്റി ഗുജറാത്ത് ഇന്ത്യയിൽ ഒന്നാമത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങനെ ഒരു അഭിമാന പ്രശ്നമാക്കി മാറ്റാനുള്ള BJPയുടെ തന്ത്രം, ഇതൊക്കെ ഒരു ഭാഗത്ത് പോകുമ്പോഴും രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ രീതിയിൽ ഒന്നാം ഘട്ടത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? ലാലെ, ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയുടെ സാമ്പത്തിക രാഷ്ട്രീയത്തിൻ്റെ സെൻറ്ററാണ്. നമ്മൾ ഉത്തർപ്രദേശിനെയും ബീഹാറിനെയും ഒക്കെ കാണുമ്പോൾ അത് ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയത്തിൻ്റെ സെൻറ്ററാണ്. ഈ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം, അവിടുത്തെ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ ചലിപ്പിക്കുന്നത് സാമുദായികമായ പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറം അവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇത് അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് വരെ കടന്നു ചെല്ലുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെയുള്ള ഏക പ്രശ്നമെന്ന് പറയുന്നത് ഡീമോണറ്റൈസേഷൻ കൊണ്ട്, അതുപോലെ തന്നെ GST വന്നതിലൂടെ കർഷകർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, യുവാക്കൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ BJPക്ക് വലിയ ചലഞ്ചസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ MS കുമാർ പറഞ്ഞതുപോലെ BJPയുടെ രാഷ്ട്രീയ മേൽക്കോയ്മ ഗുജറാത്തിൽ കഴിഞ്ഞ് 22 വർഷമായി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു വലിയ പ്രത്യാശയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഏതാണ്ട് 34 വർഷം ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും അധികാരം നഷ്ടപ്പെട്ട ചരിത്രമുണ്ട് ഈ രാജ്യത്ത്. അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ പബ്ലിക്കായി കാണിക്കുമ്പോൾ അതിനെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നതിൽ അർത്ഥമില്ല. പ്രാദേശിക വികസന കാര്യങ്ങളുടെ ചർച്ചയിലേക്ക് ഗുജറാത്ത് തിരഞ്ഞെടുപ്പിനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ വഴുതി മാറി രാഷ്ട്രീയത്തിലെ മുദ്രാവാക്യങ്ങളിലേക്ക് മാത്രമാക്കി BJPയും കോൺഗ്രസും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ കഴിഞ്ഞ 10 വർഷമായി ഗുജറാത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കഴിഞ്ഞ 3 വർഷം ഗുജറാത്തിൽ വലിയ സമരങ്ങളുണ്ടായി. അതായത് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം മുഴുവനും ഒരു സാമ്പത്തിക ഉണർവിലേക്ക് വരുന്നു എന്ന് ജനങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഗുജറാത്ത് കണ്ടത് യുവാക്കളുടെ,
കർഷകരുടെ, അവിടുത്തെ എംപ്ലോയീസിൻ്റെ, അവിടുത്തെ ലേബറേഴ്സിൻ്റെ, ഇവരുടെയൊക്കെ വലിയ സമരങ്ങളാണ്. ഇത് തന്നെ ഗുജറാത്തിൽ BJPയുടെ ഭരണത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ അസാന്നിധ്യം കൊണ്ട് എന്തൊക്കെയോ ഗുജറാത്തിൽ സംഭവിക്കുന്നു എന്നതിന് ഒരു വലിയ തെളിവായി മാറി. ഇവിടെയാണ് നമ്മൾ ശ്രീ നരേന്ദ്രമോദി 2002 മുതൽ ഗുജറാത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ശൈലി ഒരു പ്രശ്നമാക്കി മാറ്റിയത്. അവിടെ നമ്മൾ ഓർക്കണം, 2002 ശേഷം ഗുജറാത്തിലെ ഓരോ തെരഞ്ഞെടുപ്പിലും കേന്ദ്രത്തിലെ നേതാക്കളെ ഗുജറാത്തിലേക്ക് കടന്നു വന്ന് പ്രചരണം നടത്തുന്നതിൽ നിന്നും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ നോക്കണം, ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിമാരിൽ ഒരു ഭൂരിപക്ഷവും ഇന്ന് ഗുജറാത്തിലുണ്ട്. ഇതുതന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണപരമായ കാര്യങ്ങളിൽ ആനന്ദിബെൻ പട്ടേലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് ഉളവായ കാര്യങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ വിജയ് രൂപാണിയെ പോലുള്ളൊരു മുഖ്യമന്ത്രി വന്നതിന് ശേഷം സംഘടനാ തലത്തിൽ പാർട്ടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനുമൊക്കെ അപ്പുറം ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീമതി ആനന്ദിബെൻ പട്ടേലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൻ്റെ പുറകിൽ വലിയ ഒരു നീക്കം നടന്നു എന്നത് ഇന്ന് ഗുജറാത്തിൽ BJPക്കുള്ളിൽ പോലും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ശ്രീ അമിത്ഷായാണ് എന്നാണ്. അതിൻ്റെ കാരണം, ശ്രീ അമിത്ഷാ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ശ്രീ നരേന്ദ്രമോദി അതിന് തയ്യാറല്ല എന്ന് ഒരു ചർച്ച ഇന്ന് BJPയിലുമുണ്ട് ഗുജറാത്തിൽ. ഇതിൻ്റെയൊക്കെ പുറകിൽ വിജയ് രൂപാണി ഇന്ന് മത്സരിക്കുന്ന രാജ്കോട്ട് വെസ്റ്റിൽ അദ്ദേഹം സ്വയം അത്ര സുരക്ഷിതനല്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നു. തീർച്ചയായിട്ടും. ഏതായാലും ഇതൊക്കെ BJPക്ക് ഗുണകരമായ സൂചനകളല്ല ഒന്നാം ഘട്ടം കഴിയുമ്പോൾ എന്നതിനാണ് ശ്രീ MS കുമാർ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. പ്രകടന പത്രിക പോലും ഇറക്കാൻ പറ്റാതെ 22 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന BJP എന്നത്, അത് ഇറക്കിയില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന വികസനമൊന്നും അവിടെ ചർച്ച ചെയ്യാൻ നിങ്ങൾ തന്നെ ആഗ്രഹിച്ചില്ല എന്നും നിങ്ങളുടെ ശരീരഭാഷ, പാർട്ടിയുടെയും വ്യക്തികളുടെയും വിജയ് രൂപാനി ഉൾപ്പെടെയുള്ളവരുടെ ശരീരഭാഷ പോലും ഒരു വെപ്രാളത്തിൻ്റെതാണ് എന്ന് സൂചിപ്പിക്കുന്ന പരാമർശങ്ങളാണ് രാജ്മോഹൻ ഉണ്ണിത്താനും ശ്രീ SK സജീഷും ഒക്കെ ഈ ചർച്ചയിൽ ഉന്നയിച്ചത്. അത് എങ്ങനെ BJPക്ക് പ്രതിരോധിക്കാനാകും? അല്ല, ഇതൊന്നും കൈരളി ചാനലിൽ വന്നിരുന്ന് പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ ജനങ്ങളോട് പറയാത്തത് എന്താ? അതൊന്നും കോൺഗ്രസ് പറഞ്ഞതായിട്ട് നമ്മളെവിടെ അറിഞ്ഞില്ല, വായിച്ചില്ല, കേട്ടില്ല. അവിടെ ആകെ പറഞ്ഞത് പട്ടേൽമാരുടെ സമരത്തിൻ്റെ മുന്നിൽ നിന്ന ഹാർദിക് പട്ടേലിൻ്റെ കാര്യം, അയാൾ കോൺഗ്രസിനോട് ചേർന്നു, അങ്ങനെ ചില ജാതി ഉപജാതികളുടെ നേതാക്കന്മാർ വന്നു, ഞങ്ങളിതാ ജയിക്കാൻ പോകുന്നു എന്നാണ് ഈ അവസാന ഘട്ടം തെരഞ്ഞെടുപ്പിൽ പോലും. അതിനപ്പുറം 20 വർഷം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 20 വർഷം ഗുജറാത്ത് ഭരിച്ച BJP സർക്കാരിൻ്റെ എന്തെങ്കിലും ഭരണ വൈകല്യങ്ങളുണ്ടെങ്കിൽ, ഭരണരംഗത്തെ പോരായ്മകളുണ്ടെങ്കിൽ, അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അത് ചൂണ്ടിക്കാണിക്കണ്ടേ? BJP അവിടെ ചൂണ്ടിക്കാട്ടിയത് അല്ല, BJP ഭരണ നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭരണത്തിൽ കോട്ടങ്ങളുണ്ടെന്ന് ഇവർ പറയുമ്പോൾ അത് ഗുജറാത്തിലെ ജനങ്ങളോട് പറയാൻ എന്തുകൊണ്ട് അത് കൈരളി ചാനൽ വന്നിരുന്ന ഈ നേട്ടങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലല്ലോ, അവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? അത് ചർച്ചയായില്ലല്ലോ, അതുകൊണ്ടാണ് ചോദ്യം. അത് ചർച്ചയായിട്ടുണ്ട്, അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ചർച്ചയാകുന്ന എപ്പോഴാണ്? ഞങ്ങൾ പറയുന്നതിനെ കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോഴാണ് ചർച്ചയാകുന്നത്. ഞങ്ങൾ വികസന കാര്യം പറയുമ്പോൾ ഇവർ ജാതി കാര്യം പറഞ്ഞാൽ ചർച്ചയാകുന്നത് എങ്ങനെ? അതാണ് ചർച്ചയാകാതെ പോകുന്നത്. സ്വാഭാവികമായ യുക്തിയാണ് ഈ ചർച്ച ആരുടെ കയ്യിൽ നിന്ന് വന്നതായാലും ചർച്ച ആരേറ്റുപിടിക്കുന്നു, ഏതിലേക്ക് ചർച്ച പോകുന്നു എന്നുള്ളത്. ഇത്തവണ BJPക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത് കോൺഗ്രസ് ഉയർത്തിവിട്ട, അല്ലെങ്കിൽ ഈ പട്ടേലും ഹാർദിക് പട്ടേലും ജിഗ്നേഷ് മേവാനിയും ഒക്കെ ഉയർത്തിവിട്ട കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അതാണ് BJPയുടെ ഇത്തവണത്തെ പ്രത്യേകത. അല്ല, അങ്ങനെ അവർ വഴിതിരിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്യുകയോ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ഭരണ നേട്ടങ്ങൾ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ ഒളിച്ചോടുകയാണ് കോൺഗ്രസ് ചെയ്തത്. പറയാനില്ല അവർക്ക്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വഴിതിരിച്ച പ്രചരണങ്ങളെ മാറ്റിയത്. ഞാൻ ചോദിക്കട്ടെ, രാജ്മോഹൻ ഉണ്ണിത്താനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിനേക്കാൾ വലിയ ആവേശത്തോടുകൂടി ഇതെല്ലാം പറഞ്ഞതാണ്. എന്തിരുന്നുണ്ടായി? UPയിലെ വിജയം അവരെ പ്രവചിച്ചതാണോ? അവർ അംഗീകരിച്ചതാണോ? കൗണ്ടിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പോലും BJPയുടെ പരാജയം എണ്ണി പറയാനിരുന്നവരല്ലേ? ശ്രീ MS കുമാർ, ഈ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വല്ലാത്ത ചക്രശ്വാസം വലിക്കൽ, അവസാന നിമിഷം വരെ വല്ല ശക്തിയായി പോരാടേണ്ടി വരുന്ന ഒരു അവസ്ഥ BJPക്ക് ഉണ്ടാകുമെന്ന് ഒരു 3-4 മാസം മുമ്പ് വരെ ആർക്കും പ്രതീക്ഷയില്ലായിരുന്നതാണ്. വിമർശകർ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ BJP ഒരു തരത്തിലും ഒരു പ്രശ്നം കാണുന്നില്ലേ, പ്രതിസന്ധി കാണുന്നില്ലേ? ലാലേ, ഞാൻ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ടും പറയും, നിങ്ങൾ നിഷ്പക്ഷമായി ഗുജറാത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ഏതെങ്കിലും പത്രക്കാരോട് ഇവരും സത്യസന്ധമായി ചോദിക്കണം. എന്നിട്ട് അവർ വസ്തുനിഷ്ഠമായി കണ്ടിട്ടുണ്ടാവുമല്ലോ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് തോന്നും വലിയ പോരാട്ടം നടക്കുന്നു എന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു പോരാട്ടമൊന്നും ഗുജറാത്തിലില്ല. ഞാൻ കേശുഭായ് പട്ടേലിനേക്കാൾ വലിയ പട്ടേലൊന്നും അല്ലല്ലോ ഈ എന്ത് പട്ടേൽ,
ഹാർദിക് പട്ടേൽ. പക്ഷേ ശ്രീ എം എസ് കുമാർ പറയുന്നത് ഈ കേശുഭായ് പട്ടേലിന്റെ കാലഘട്ടത്തിൽ അന്ന് ബി.ജെ.പിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായത് അന്നൊന്നും നടന്നില്ല. 2014 ബി.ജെ.പി വലിയ നേട്ടത്തോടുകൂടി നരേന്ദ്രമോദിയെ പോലും പ്രധാനമന്ത്രിയാക്കി എന്നുള്ളതാണ്. അത് കഴിഞ്ഞുള്ളൊരു ഘട്ടമാണ് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമായി വന്നിരിക്കുന്നത്. അന്നത്തെ അവസ്ഥയല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒരു നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബി.ജെ.പി ഗുജറാത്തിൽ ആര് ജയിക്കും എന്ന് തീരുമാനിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള ചർച്ചയിലാണ്. ഒരുപാട് ദിവസങ്ങളൊന്നുമില്ലല്ലോ നമ്മൾ എത്ര തന്നെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും. തീർച്ചയായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരവും ഗുജറാത്തിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ലല്ലോ സ്ഥിതി. ഒരു ഭരണവിരുദ്ധ വികാരവും ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് ഒരു ചോദ്യം ഞാൻ ശ്രീ ഉണ്ണിത്താനോട് ചോദിക്കുന്നതിന് മുമ്പ്, എന്ത് ആഘോഷിക്കാനാണ് ഗുജറാത്തിലെ ജനങ്ങൾക്ക് ഇത്തവണ അവിടുത്തെ സർക്കാർ എന്തെങ്കിലും കൊടുത്തിരുന്നത്? എന്താണ് അവരുടെ മനസ്സിൽ ഈ ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ ഈ എൻ്റെ സർക്കാരാണിത്, ഗുജറാത്ത് സർക്കാർ എൻ്റെതാണ്, ഈ വിജയ് രൂപാനി ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് എന്ന് പറയത്തക്ക വിധം ആഘോഷിക്കാൻ അവരുടെ കയ്യിലുള്ളതായി ബി.ജെ.പി പറഞ്ഞത്? നമ്മൾ പഴയ ഗുജറാത്തിനെ മറക്കരുത്. ക്രമസമാധാന തകർച്ച ഇത്രമാത്രം ഉണ്ടായിരുന്നൊരു സംസ്ഥാനം വേറെ ഇല്ല. ചിമൻഭായ് പട്ടേലിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഗുജറാത്തിൽ മുഖ്യമന്ത്രിമാരായിരുന്ന സമയത്താണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വർഗീയ ലഹളകൾ നടന്നിട്ടുള്ളത്. എന്തിൻ്റെ എല്ലാം പേരിലെന്നറിയോ? കാശ്മീരിലെ ഹസർത്ത് ബാൽ പള്ളിയിൽ നബി തിരുമേനിയുടെ വിശുദ്ധ രോമം മോഷണം പോയി എന്നൊരു വാർത്ത വന്നാൽ ആദ്യം കത്തുന്നത് ഗുജറാത്തായിരുന്നു. ആ ഗുജറാത്തിൽ കഴിഞ്ഞ 10-20 വർഷമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ കലാപം, നിങ്ങൾ പറയുമായിരിക്കും ഗോദ്ര, അതിനെ മാറ്റി നിർത്തിയാൽ ആ വലിയ ഒരു അത് മതിയല്ലോ, അല്ലല്ല അതിനെപ്പറ്റി ചർച്ച അത് ചർച്ച ചെയ്താൽ നമ്മൾ ഇന്നത്തെ വേറെ ചർച്ചകളിലൊന്നും എത്തില്ല. ഞാൻ പറഞ്ഞത് ഒരു ചർച്ച ചെയ്യാതെ ഗുജറാത്ത് എങ്ങനെ മുന്നോട്ട് പോകും ശ്രീ എം എസ്? പോയല്ലോ. അതിനുശേഷം എത്രയോ തെരഞ്ഞെടുപ്പുകൾ നടന്നു. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? എല്ലാത്തിലും ജനങ്ങൾ ബി.ജെ.പി അംഗീകരിച്ചില്ലേ? ബി.ജെ.പി വിജയിപ്പിച്ചില്ലേ? ജനങ്ങളെക്കാൾ വലിയ പാർലമെന്റ് ഇല്ലല്ലോ. ശരി, അപ്പോഴും ബി.ജെ.പിക്ക് ഈ ഹിന്ദു രാഹുൽ ഗാന്ധിയുടെ മതവും ഇതൊക്കെ പറയേണ്ടി വരുന്നു, ഈ ഗോത്ര ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. ആ അർത്ഥത്തിൽ നെഗറ്റീവായിട്ടാണ് ബി.ജെ.പിക്ക് ഗുണകരമാകുന്ന രീതിയിലാണ് ബി.ജെ.പി അതിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആരെങ്കിലും ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലല്ലോ നമ്മൾ വലിയ വിഷയമായി ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എണ്ണി പറഞ്ഞ ഭരണ വൈകല്യങ്ങൾ എന്തുകൊണ്ട് ഗുജറാത്തിൽ ചർച്ച ചെയ്തില്ല കോൺഗ്രസ്? അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിന് പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരുന്നത്? ഒരു വിശ്വാസം കോൺഗ്രസിനും ഉള്ളത് ഈ ഹാർദിക് പട്ടേലിലും ജിഗ്നേഷ് മേവാനിയിലും അൽപേഷ് ഠാക്കൂറിലും മാത്രമാണോ? അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു വലിയ തമാശ കുമാറൂടെ പൊട്ടിച്ചു. കാരണം ഗുജറാത്തിൽ വർഗീയ കലാപം കഴിഞ്ഞ കുറേ നാളായിട്ട് നടക്കുന്നില്ലെന്നാണ്. നമ്മളെ അവിടുത്തെ ഒരു CBIയുടെ ജഡ്ജി അറിയാമല്ലോ, ബ്രിജ് ഗോപാൽ ഹരികിഷൻ ഷെയ്ഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ആരാ അതിൻ്റെ പിന്നിൽ? 100 കോടി രൂപ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആരാ? എന്തിനു വേണ്ടിയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്? അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. പിന്നെ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ 100 ദിവസത്തിനുള്ളിൽ 15 കോടി കൊടുക്കുമെന്ന് പറഞ്ഞ് പേര് പറയേണ്ട കാര്യമുണ്ടോ? ഇന്ത്യയിലെ 15 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആരാ? പേരെന്താ പറയാത്തെ? പേര് ഇന്ത്യയിലെ കൊച്ചുകുട്ടിക്കും അറിയാം, മുലകുടി പാറാത്ത കുട്ടികൾക്കറിയാം. പിന്നെ എന്തിനാ പേര് പറയുന്നത്? പേര് പറയേണ്ട കാര്യമില്ല. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ആർക്കു വേണ്ടിയാ പ്രവർത്തിച്ചത്? എന്തിനു വേണ്ടിയാ പ്രവർത്തിച്ചത്? ഈ CBIയുടെ ജഡ്ജിയൊക്കെ കൊന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിലൊരു പ്രസിഡന്റ് ഉണ്ടാകില്ല, അകത്ത് കിടക്കുമായിരുന്നു. അപ്പൊ അത് പോട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരു വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കാം. ഞങ്ങൾ പ്രതിപക്ഷം ഗതി മാറ്റാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ ഗതി മാറാൻ പോയത്? നിങ്ങൾ 3.5 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ഗുജറാത്തിൽ നിന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി 3.5 വർഷക്കാലം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തണം. പ്രതിപക്ഷം എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് അത് മതി വോട്ട് പിടിക്കാൻ. പ്രധാനമന്ത്രി 3.5 വർഷക്കാലം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തണം. നമ്പർ 1, 2, 3 എം.എം. മണി പറഞ്ഞ പോലല്ല, അങ്ങനെ അക്കമിട്ട് നിരത്തി കാണിക്കണം. എന്തുണ്ട് നിങ്ങൾ നിരത്താൻ? 1. 2, ഗുജറാത്തിൽ 22 വർഷം നിങ്ങൾ ഭരിക്കുന്നു. 22 വർഷമായി നിങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? കർഷകർക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി, തൊഴിലില്ലാത്തവർക്ക് വേണ്ടി, അവിടുത്തെ സബ്സിഡി വിഷയത്തെക്കുറിച്ച്, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്താണ്, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ഗുജറാത്തിലുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ എന്താണ്? GST വന്നതുകൊണ്ട് ചെറുകിട ഇടത്തരം വ്യാപാരികൾക്ക്, കച്ചവടക്കാർക്കുണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്താണ്? നിങ്ങളതല്ലേ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റുമ്പോൾ ഭരിക്കുന്നവരെന്തായിരുന്നു? ഭരിക്കുന്നവർ ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളോട് എണ്ണി പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കണം. ശരി, മറ്റതിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ എം എസ് കുമാർ അതിനൊരു മറുപടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശ്രീ എം എസ് കുമാർ, ഞാൻ പറഞ്ഞു തരുന്നല്ലോ, ഇവിടെ ഒരു കേശുഭായ് പട്ടേലിനെ വളരെ വലിയ ആളായിട്ടും ഹാർദിക് പട്ടേലിനെ വളരെ നിസാനെ. ഹാർദിക് പട്ടേൽ ഒരു വ്യക്തിയായി നിങ്ങൾ കാണരുത്. ഒരു സമൂഹത്തിന്റെ
രോഷാഗ്നി ആളിപ്പടർന്നു. ആ ആളിപ്പടർന്ന രോഷാഗ്നിയിൽ നിന്ന് അവരുടെ ആവേശമായി മാറിയ ഒരാളാണ് ഹാർദിക് പട്ടേൽ. അയാളെ നിങ്ങൾ ലൈംഗിക ആരോപണത്തിന് വിധേയമായി വ്യാജ CD ഉണ്ടാക്കി അയാളെ അകത്തിട്ടു. ഇന്ന് അവിടുത്തെ സമുദായം ഒരു കൊടുങ്കാറ്റ് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, അവിടുത്തെ ദളിതന്മാർ അവര് ചത്ത പശുവിന്റെ തോലിരിഞ്ഞ് ഉപജീവനം നടത്തുന്ന ആളുകളാണ്. അവിടെ നിങ്ങൾ എന്താ കാണിച്ചത്? ആ സംഭവം നിങ്ങൾക്കറിയില്ലേ? അവിടെ സ്വാഭിമാനാൻ മുദ്രാവാക്യം, സ്വാഭിമാൻ, അവരുടെ മാനം ഉയർത്തി പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം ഉയർത്തി ഒരു യാത്ര നടന്നില്ലേ? എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ജിഗ്നേഷ് മെവാനിയുടെ മുന്നിൽ. ജിഗ്നേഷ് മെവാനി മിസ്റ്റർ കുമാർ ഒരു വ്യക്തിയല്ല, ഹാർദിക് പട്ടേൽ ഒരു വ്യക്തിയല്ല. എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നുണ്ട്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് MS കുമാർ, ഒരു മിനിറ്റ് താങ്കൾക്ക് ഇതിനൊരു മറുപടി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഗുജറാത്തിൽ ഒരു മലവെള്ളപ്പാച്ചിലാണ്. നരേന്ദ്രമോദി എന്ന ഈട്ടിത്തടി കടമുഴുകൊഴുകും, യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഇത്തവണ ഗുജറാത്ത് BJP പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. സ്വപ്നം കാണുന്നതിന് വേണ്ടി GST ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് രാജ്മോഹന് കാണാൻ പോകുന്ന ആരാന്നുള്ള നമുക്ക് അറിയാമല്ലോ. അത് രാജ്മോഹന് പക്ഷേ എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് പറ്റിക്കാം, കുറച്ചു എല്ലാ കാലവും പറ്റിക്കാം. നരേന്ദ്രമോദി ആരാന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മറുപടി പറഞ്ഞോളൂ. കഴിഞ്ഞോ? പറഞ്ഞു. ശ്രീ നാജ്മോഹൻ ഉണ്ണിത്താനോട് കുറെ ആരോപണങ്ങൾ പറഞ്ഞു. ആരെയോ കൊല്ലാൻ ശ്രമിച്ചെന്നോ, രൂപ വാഗ്ദാനം ചെയ്തെന്നോ, എന്തൊക്കെ ഇങ്ങനെയൊന്നും ചാനൽ ചർച്ചകളിൽ പറയരുത്. ആരെ കൊല്ലാൻ ശ്രമിച്ചു, അതൊക്കെ ഒരു പറഞ്ഞ ആളുകളും പരാതി പറഞ്ഞവരെയും കാണാനില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ പറയരുത്, കാണാനില്ലാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടൊന്നും മറുപടി പറയാൻ ഉത്തരവാദിത്തം രാജ്യം ഭരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും പറ്റി പറയുന്നതിനൊക്കെ നമ്മളെന്തിനാ മറുപടി? അല്ല, കൊല ചെയ്യപ്പെട്ട ജഡ്ജിയുടെ സഹോദരി പറഞ്ഞു, എന്റെ സഹോദരന് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തു. ആരെ രക്ഷിക്കാൻ? അവര് പറഞ്ഞില്ലേ. പിന്നെ ഞങ്ങളുടെ വായിന്നതിനാ പേര് പറയേണ്ട കാര്യം? രാജ്മോഹൻ ഉണ്ണിത്താനെ നമ്മള് വളരെ സീരിയസ് 100 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞായിട്ട് സഹോദരി പറഞ്ഞില്ലേ, എന്റെ സഹോദരനെ കൊന്നാന്ന് പറഞ്ഞില്ലേ? രാജ്യം മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങളൊരു ഉത്തരം കൊടുത്താൽ കുമാർ, നിങ്ങൾ ഇതിനൊരു ഉത്തരം കൊടുത്താൽ ഞാൻ എന്തിനു ഉത്തരം കൊടുക്കണം? ആരാണ് നിങ്ങൾ വ്യക്തമായി പറഞ്ഞാൽ ഞാൻ പറയേണ്ട ഏതെങ്കിലും BJP നേതാവിന്റെ പേര് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. അദ്ദേഹം ആരോ എന്തോ എന്നൊക്കെ പറയുന്നതൊക്കെ മറുപടി പറയാം. എനിക്കെന്താ അദ്ദേഹത്തെ പോലെ ലളിതമായ ചോദ്യം. ഈ സൊഹറബുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആളിനെ ആരാ കൊന്നത്? നിങ്ങൾ അന്വേഷിക്കുക. ആരാ കൊന്നത്? ആർക്കെതിരെ ആരോപണം? അകത്ത് കിടന്നത് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ BJPയുടെ പ്രസിഡന്റ് അകത്ത് കിടന്നില്ലേ ആ കൊലക്കേസിൽ? ഇല്ലെന്ന് പറയാമോ? അദ്ദേഹത്തെ ശിക്ഷിച്ചോ? അത് പോട്ടെ. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ കോടതി വെറുതെ വിടുന്ന എല്ലാവരും കുറ്റവാളികൾ, നിരപരാധികളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് കോടതിയിൽ സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുറ്റവാളികൾ. MS കുമാർ ഇതിനൊരു മറുപടി ഉണ്ടെങ്കിൽ ഞാൻ 30 സെക്കൻഡ് കൂടെ തരാം. 30 സെക്കൻഡ് പറയൂ, മറുപടി പെട്ടെന്ന് പറയൂ. ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു 15 ലക്ഷം രൂപ കൊടുക്കും, 15 ലക്ഷം രൂപ കൊടുക്കും. അത് ഞാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അത് കാഷ്വലായിട്ട് പറഞ്ഞു പോയതാണെന്ന് വിചാരിച്ചു. അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അത് മനഃപൂർവ്വമായി അങ്ങനെ ഒരു അപവാദം പ്രചരിപ്പിക്കുന്നതാണ്. ആരെവിടെ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്? BJP അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ പറച്ചിലല്ലോ, പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന്? രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ BJP പറയാൻ അനുവദിക്കൂ. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വിദേശത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണത്തിന്റെ തോത്, വ്യാപ്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രി അന്ന് നരേന്ദ്രമോദി പ്രചരണ യോഗത്തിൽ പറഞ്ഞു, തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നാൽ ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ കൊടുക്കാനും ഉള്ളത്ര കള്ളപ്പണം വിദേശത്തുണ്ടെന്ന്. ആ കള്ളപ്പണത്തിന്റെ വ്യാപ്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആലങ്കാരികമായ ഒരു പൊതുയോഗത്തിൽ പറഞ്ഞതിനെ കൊടുക്കും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഇടവേളയിലേക്ക് പോയിട്ട് ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ശ്രീ SK സജീഷ്, അപ്പോൾ വളരെ നിസ്സാരമല്ല ഗുജറാത്തിൽ ഇത്തവണത്തെ വിധി. രാജ്യം കാണുന്നത് വല്ലാതെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ പോകുന്നത് എന്ന് കോൺഗ്രസും BJPയും കരുതുമ്പോൾ അതിന് ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട പല ചോദ്യങ്ങളുടെയും ഉത്തരവും അതിൽ കൂടെ കിട്ടുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ടാണ് 2019 രാജ്യം എങ്ങനെ പോകുന്നു എന്നുള്ളത് പോലും അവിടെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ ഒരു വിധിയെഴുത്തിന് ഇത്തവണ സാധ്യതയുണ്ടോ ഗുജറാത്തിൽ? ശ്രീ സജീഷ്, താങ്കളോടാണ്. ഞാൻ ചോദ്യം കേട്ടില്ല, ഓഡിയോ ചെറിയൊരു പ്രശ്നം. അതായത് ഇവിടെ ചർച്ച ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഉത്തരം കിട്ടേണ്ട വലിയ ചോദ്യങ്ങളാണ്. ശ്രീ ഉണ്ണിത്താൻ ഉന്നയിച്ചതും ശ്രീ MS കുമാർ ചില ചോദ്യങ്ങൾ ഒഴിവാക്കിയതും അദ്ദേഹത്തിന് വ്യക്തമായില്ല എന്നൊക്കെ പറഞ്ഞതും ഒക്കെ രാജ്യം
വല്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിന് ഉത്തരം കിട്ടേണ്ടത് ഈ 18-ാം തീയതി വരുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ആശ്രയിച്ചാണ് രാജ്യം ഇതിന് ഉത്തരം കിട്ടുമോ എന്ന് പോലും നിർണ്ണയിക്കുന്നത്. അതിനുള്ള സാധ്യതയുണ്ടോ? ഇത്തവണ ഗുജറാത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. അങ്ങനെ സംഭവിക്കുമെന്നാണ് രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളെല്ലാവരും കരുതുന്നതും. കാരണം ഈ രാജ്യത്ത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോയത്. ശ്രീ MS കുമാർ ഇപ്പോൾ പറഞ്ഞു, വളരെ ആലങ്കാരികമായിട്ടാണ് 15 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടുകൊടുക്കാം എന്ന് പറഞ്ഞത് എന്നാണ്. പണ്ട് ഇതുപോലൊരു ചാനൽ ചർച്ചയിൽ മറ്റൊരു BJPയുടെ നേതാവ് ഈ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ മോഡിയുടെ വോയിസ് ക്ലിപ്പിംഗ് ഉൾപ്പെടെ കേൾപ്പിച്ചു കൊടുത്ത് അദ്ദേഹം വലിയ തോതിൽ ആക്ഷേപിതനാവുകയും അതിപ്പോഴും വൈറലായി യൂട്യൂബിലും മറ്റും കിട്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട MS കുമാർ ആ നിലയിലായി പോകണ്ട എന്ന്, ഇനി അതൊരു പുതിയ വീണ്ടും ആളുകൾ മറന്നുപോയി എന്ന് ഒരു ജാള്യതയിൽ അകപ്പെടണ്ട എന്ന് ഞാൻ നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതെല്ലാം കേരളത്തിലെയും രാജ്യത്തിലെയും ജനങ്ങൾ കണ്ടതാണ്, മോഡി പറഞ്ഞത് ഉൾപ്പെടെ. മറ്റൊന്ന്, നാം കാണേണ്ടത് അമിത്ഷായുടെ പേര് പറയാനൊന്നും മടിക്കേണ്ട കാര്യമില്ല. അമിത്ഷയാണ് ആരോപിതനായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ. അമിത്ഷായുടെ പേര് പറയുന്നതിന് എന്തിനാ ഭയപ്പെടുന്നത്? ഈ രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വർഗീയരമായ അപകടത്തെ പ്രതിരോധിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടിയുണ്ട്, അവരുയർത്തി പിടിക്കുന്ന നവലിബറൽ നയങ്ങളെ കൂടി ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ആ നയങ്ങളെ ചെറുത്തു തോൽപ്പിച്ചാൽ മാത്രമേ ഗുജറാത്തിലെ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് മറുപടിയാവുകയുള്ളൂ. ആ നയങ്ങളെ മാറ്റാൻ വേണ്ടി കോൺഗ്രസും തയ്യാറാകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ആയാൽ മാത്രമേ. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, കാരണം നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി ഉൾപ്പെടെ വലിയ പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇവർ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിച്ച് കളയുമോ എന്നുള്ള ഒരു ആശങ്കയും ഭീഷണിയും എല്ലാം നിലനിൽക്കുന്നുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അതിനെല്ലാം അതിജീവിച്ച് വരികയാണെങ്കിൽ ഏറ്റവും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എല്ലാം ഒരു നല്ല വാർത്തയായിരിക്കും ഗുജറാത്തിൽ 18-ാം തീയതി വരാൻ വേണ്ടി പോകുന്ന റിസൾട്ട് എന്ന് തന്നെയാണ് കരുതാൻ. ശരി, ശ്രീ ഷാജി എം ജോസഫ്, അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുക ഈ ഹാർദിക് പട്ടേലും അൽപേഷ് ഠാക്കൂറും ജിഗ്നേഷ് മേവാനിയുമാണ്. BJP ഈ കുറച്ച് കാണുന്ന പ്രാധാന്യമാണോ ഇവർക്ക് ശരിക്കും ഗുജറാത്തിലുള്ളത്? അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ലാൽ, ഞാൻ ശ്രീ കുമാറിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഗുജറാത്തിനെക്കുറിച്ച് സംസാരിക്കുന്നവർ ഗുജറാത്തിനെക്കുറിച്ച് അറിയില്ലാത്ത ആളുകളല്ല എന്ന് അദ്ദേഹം ദയവായി അറിയുക. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പുകളെ കുറേ വർഷങ്ങളായി കവർ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇനി ഗുജറാത്തിൽ BJP, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, BJP നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി, അത് കഴിഞ്ഞ 2002-ലോ 2007-ലോ 2012-ലോ BJP നേരിട്ടിട്ടില്ലാത്ത ഒരു വെല്ലുവിളിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞല്ലോ. ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നമ്മൾ ഓർക്കണം, ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഗുജറാത്തിൻ്റെ വളർച്ചാ നിരക്കെന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതാണ്ട് 4 മുതൽ 5% വരെ മുകളിലായിരുന്നു. അന്ന് അദ്ദേഹം അവിടുത്തെ യുവജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് കൊടുത്തത്. ഈ കഴിഞ്ഞ 3 വർഷം അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ഗുജറാത്തിലെ ആ ജനങ്ങൾ നേരിടുന്നതെന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയ ആ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് നേതൃത്വം അവിടെ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് യുവാക്കൾക്കിടയിൽ, കർഷകർക്കിടയിൽ, അവിടുത്തെ ലേബറേഴ്സിനിടയിലൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലുള്ള സമരങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വെല്ലുവിളി ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യം. അതിന് യാതൊരു മാറ്റവുമില്ല. അതിൻ്റെ അർത്ഥം BJP അവിടെ പരാജയപ്പെടുമെന്നല്ല നമ്മൾ പറയുന്നത്. അത് പറയാൻ നമ്മളാരുമല്ല, അത് ഗുജറാത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇന്നത്തെ ഒരു വോട്ടിംഗ് ട്രെൻഡ് തന്നെ നോക്കുക. ഇന്നത്തെ വോട്ടിംഗ് ട്രെൻഡിൽ പോലും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഗുജറാത്തിൽ ജനങ്ങൾ വളരെ ആവേശത്തോടെ വോട്ട് ചെയ്തിരിക്കുന്നു. ഈ വോട്ട് BJPക്ക് പ്രതികൂലമാകുമോ എന്നൊരു സംശയം ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഹാർദിക് പട്ടേലിൻ്റെ കാര്യം പറഞ്ഞു. ഹാർദിക് പട്ടേൽ എന്ന് പറയുന്നത് ചുമ്മാ ശ്രീ കുമാർ പറയുമ്പോൾ വെറുമൊരു പട്ടേലല്ല. പട്ടേലുകൾക്കിടയിലെ ഏറ്റവും വലിയ കക്ഷിയായ പട്ടേലുകളുടെ ഇടയിൽ ഒരു വലിയ യുവ നേതാവായി ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ. അയാൾക്ക് കോൺഗ്രസ് അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചെങ്കിൽ ചുമ്മാതെ ആലോചിക്കാതെയൊന്നുമല്ല. ജാതി രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഒരു മഴവിൽ സഖ്യം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, കോൺഗ്രസിൻ്റെ സംഘടനാ ബലം വളരെ ദുർബലമാണ് ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത്. കഴിഞ്ഞ 22 വർഷക്കാലത്തെ ഭരണം കൊണ്ട്
ഗുജറാത്തിൽ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇല്ലാതാക്കുന്ന നീക്കമാണ് അവിടെ നടന്നിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിന് കിട്ടിയ അവസരമാണിത്. അതുകൊണ്ടാണ് അൽപേഷ് ഠാക്കൂറിനെയോ അല്ലെങ്കിൽ ജിഗ്നേഷ് മെവാനിയോ, ഇനി ഈ 3 പേരിൽ ഏറ്റവും വലിയ വിജയം കോൺഗ്രസിൻ്റെത് ഹാർദിക് പട്ടേലിനെ കൂടെ കൂട്ടിയതാണ്. കാരണം BJPയുടെ കോട്ടക്കൊത്തളമായി എന്നും അവരോടൊപ്പം നിന്നിരുന്ന ഒരു ജാതിയാണ് പട്ടേലുകൾ. അവരിൽ ഏറ്റവും മേൽക്കോയ്മയുള്ള പട്ടേലുകളിൽപ്പെട്ട ആളാണ് ഹാർദിക് പട്ടേൽ. അത് യുവാക്കളുടെ മൂവ്മെൻ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് BJPയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് കോൺഗ്രസ് ഉയർത്തിവെച്ചിരിക്കുന്ന ഈ ഒരു ജാതിയിൽ അടിസ്ഥാനമുള്ള ഒരു മഴവിൽ സഖ്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ ബലത്തിനുമൊക്കെ അപ്പുറം ഈ യുവജനങ്ങളുടെ ഒരു സപ്പോർട്ട്, ഏതാണ്ട് 12 ലക്ഷം വരുന്ന ചെറുപ്പക്കാരുടെ പുതിയ വോട്ടർമാരുടെ സപ്പോർട്ട്, അത് മുഴുവനായും കോൺഗ്രസിന് പോകുമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഗുജറാത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന പുതിയ വോട്ടേഴ്സ് ഉണ്ട് ഗുജറാത്തിൽ. ശരി, ശ്രീ MS കുമാർ, ഇതാണ് BJP മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഒരുപക്ഷെ ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അത് പ്രതിരോധിക്കേണ്ടി വരും, അതൊക്കെ പറയാം. പക്ഷെ ഒരു കണക്ക് നോക്കൂ, 2012 BJPക്ക് 47.6% അവിടുത്തെ വോട്ട് ഷെയർ. ഇത് കോൺഗ്രസിന്റെ കാര്യത്തിൽ 23 സീറ്റ് മാത്രം. ഇന്നിപ്പോൾ 89 സീറ്റുകളിൽ നടന്ന സ്ഥലത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. 63 സീറ്റ് നേടിയപ്പോൾ 47.6 BJPക്ക്. കോൺഗ്രസിന് 23 സീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ വോട്ട് ഷെയർ 37.7 10% മാത്രം വ്യത്യാസം വന്ന് ഈ പറയുന്ന ഘടകങ്ങളെല്ലാം കൂടി അവിടെ പ്രയോഗിക്കപ്പെടുകയാണെങ്കിൽ 10% മാറാൻ ഒരു 5% വോട്ടുകൾ മാത്രം BJPയിൽ നിന്ന് മാറിയാൽ മതി സർ. അതിനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാകുമെന്ന് അരുൺ ജെയ്റ്റ്ലി എന്ന് പറഞ്ഞതൊക്കെ അങ്ങ് കണ്ണടച്ച് വിഴുങ്ങാൻ സാധിക്കുന്നതാണ്. അല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഗുജറാത്തിലെ ഏറ്റവും സമ്പന്ന വർഗ്ഗമാണ് ഈ പട്ടേൽ. അവർ വ്യവസായങ്ങൾ അവർക്കാണ്, കാർഷിക പ്രഭുക്കൾ അവരാണ്. അവരെല്ലാ എങ്ങനെ നോക്കിയാലും അവരെ സംവരണം വേണമെന്നുള്ള അവരുടെ ആവശ്യത്തെ നഖശികാന്തം എതിർക്കുന്നവരാണ് അവിടുത്തെ ഈ ജിതേഷ് മെവാനി, എനിക്ക് പേരുകൾ വരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആൾക്കാർ. അവർ രണ്ടും കൂടിയാണ് ഒന്നിച്ച് കോൺഗ്രസിനെ സഹായിക്കാൻ നിൽക്കുന്നത്, പിന്നോക്കക്കാരുടെ നേതാവായ മറ്റൊരു കക്ഷി. ഈ വൈരുദ്ധ്യങ്ങളാണ്. ഇവരെങ്ങനെയാണ് യോജിച്ചിപ്പം പിന്നെ കോൺഗ്രസിന് മുന്നണി അധികാരത്തിൽ കയറ്റുമെന്നൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നത്? ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അങ്ങനെ ഒരു പ്രചരണം കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ പരത്താൻ വലിയൊരു അളവ് വരെ അവർക്ക് തെരഞ്ഞെടുപ്പ് റാലികൾ നോക്കൂ സാർ, അതിൽ വരുന്ന ആളുകളെ നോക്കൂ, അതൊക്കെ എത്ര ചെറുതാണെന്നല്ല കാണേണ്ടത്, അത് വലിയൊരു ഭീഷണി തന്നെയാണ്. ഇതിലും വലിയ റാലികൾ ഓരോ തെരഞ്ഞെടുപ്പുകളിൽ നടത്താറുണ്ട്. ശരിയാണ്, നരേന്ദ്രമോദി പോലും വലിയ റാലികൾ നടത്താറുണ്ട്. വലിയ റാലി കേരളത്തിൽ BJP നടത്തിയിട്ടുള്ള റാലികൾ എന്താ മോശമാണോ? അതുകൊണ്ട് നിങ്ങൾ റാലികളും അതുപോലുള്ള അതൊന്നും അല്ല. വോട്ടെന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലാണുള്ളത്. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് BJPയെ ഗുജറാത്തിൽ നിന്ന് ഇറക്കാൻ ആർക്ക് ഈ പറഞ്ഞ പ്രചരണങ്ങൾ കൊണ്ടൊന്നും കഴിയില്ല. അത് ഇനി വല്ല അടവുകളോ തന്ത്രങ്ങളോ ഉണ്ടെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവരട്ടെ, അപ്പോഴാലോചിക്കാം. കോൺഗ്രസിനല്ലാതെ ഗുജറാത്തിൽ മറ്റു കക്ഷികൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് നമുക്കറിയാമല്ലോ. ഇദ്ദേഹം ഇപ്പോൾ ജിഗ്നേഷ് മെവാനിയെ കുറിച്ചും അതുപോലെ ഹാർദിക് പട്ടേലിനെയും കാർത്തിക് പട്ടേലിനെയും അല്ലെങ്കിൽ അൽപേഷ് ഠാക്കൂറിനെയൊക്കെ കുറിച്ച് പറഞ്ഞു. ഇവരെ എങ്ങനെ കോൺഗ്രസ് കൊണ്ടുവന്നു? ഇവിടെ മുഖത്തോട് മുഖം നോക്കി കടിച്ചു കീറാൻ നിൽക്കുന്ന 2 സമുദായമല്ലേ SNDP NSS. അവർ രണ്ടുപേരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയില്ലേ, SRPയും അതുപോലെ തന്നെ NDP. അവരെ രണ്ടുപേരെയും ഐക്യമുന്നണിയിൽ നിർത്തി അവരോടൊപ്പം നിന്ന് മുന്നണി മത്സരിച്ച് ഞങ്ങൾ ജയിക്കുകയും ഈ 2 പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്ക് ക്യാബിനറ്റിൽ അംഗത്വം കൊടുക്കുകയും ചെയ്ത പാർട്ടിയാ കോൺഗ്രസ് പാർട്ടി. കേരളത്തിൽ അതിരിക്കട്ടെ, കേരളത്തിൽ ഇപ്പോൾ SNDPയും NSSും തമ്മിൽ മുഖത്തോട് നോക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ആ കാലത്താണ് 2 പേരും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി, SRPയും NDPയും. അവരെ കോൺഗ്രസ് ഒരുമിച്ച് നിർത്തി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ജിഗ്നേഷ് മെവാനിയും ഹാർദിക് പട്ടേലും അൽപേഷ് ഠാക്കൂറും അല്ലെങ്കിൽ കാർത്തിക് പട്ടേലുമായിട്ടൊന്നും ഇപ്പോൾ യാതൊരു അഭിപ്രായത്തിലുമില്ല. അവർ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ആയി കഴിഞ്ഞു. ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കാൻ തീരുമാനമെടുത്തു. അവരുടെ മുദ്രാവാക്യം ഇവിടെ ആദ്യം നമ്മുടെ പ്രൊഫസർ പറഞ്ഞില്ലേ, എന്താ അവരുടെ മുദ്രാവാക്യം? നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക. താഴെ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി അദ്ദേഹമാണല്ലോ ഇപ്പോഴും മുഖ്യമന്ത്രി. എടാ, ഇത്രയും യോഗത്തിൽ ഒരു പ്രധാനമന്ത്രി പങ്കെടുത്ത ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്ര കൊല്ലം ഇരുന്നാണ്? ഇന്ത്യയിൽ അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ ഇരുന്ന് ഒരു ഉത്തരവ് കൊടുത്താൽ ഗുജറാത്തിലെ ആളുകൾ പോയി താമരയ്ക്കകത്ത് വോട്ട് ചെയ്യണ്ടേ? എന്തിനാ ഇങ്ങനെ ഈ ഗുജറാത്തിൽ ഇങ്ങനെ പിന്നെ പറന്ന് നടക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രി, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പാർട്ടി. ഇപ്പോൾ നിങ്ങൾ ഇവരെയൊക്കെ ആക്ഷേപിക്കുന്നു, ജാതി പേര് പറഞ്ഞ്. ഇവരെ എല്ലാം നിങ്ങൾ കൊണ്ടുനടന്നാണ്. നിങ്ങൾ കൊണ്ടുനടന്നു.
ചിറകിനടിയിൽ കൊണ്ടു നടന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ പറന്നു മാറിയപ്പോൾ അവരെ ആക്ഷേപിക്കരുത്. അവരൊക്കെ മഹാപ്രസ്ഥാനങ്ങളാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. അത് കഴിഞ്ഞ് ചുരുങ്ങിയ സമയമാണ് ഉണ്ടാകുക. പറന്ന് താഴെ ഇറങ്ങുമ്പോൾ ആർക്കൊപ്പമാകും ഈ പട്ടേലർ വിഭാഗവും മറ്റ് ജാതി സമൂഹങ്ങളും എന്ന് തന്നെയാണ് അറിയേണ്ടത്. അവസാനത്തെ ചെറിയ നിമിഷങ്ങളിൽ ഇടവേളയ്ക്ക് ശേഷം ഓരോ മിനിറ്റാണ് ഇനി അതിഥികൾക്ക് കിട്ടുക. അതുകൊണ്ട് ദയവായി ചുരുക്കി പറയണം. ശ്രീ എസ് കെ സജീഷ്, ഈ ഗുജറാത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ അത് അപ്പോൾ ഏറ്റവും വലിയ അടിയാകുക നരേന്ദ്രമോദിക്കാകും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിയുമ്പോൾ നരേന്ദ്രമോദിയുടെ ദിവസങ്ങളാണ് പിന്നീട് ചോദ്യം ചെയ്യപ്പെടുക. നരേന്ദ്രമോദി ഒരു ബാധ്യതയായി BJPക്ക് മാറുന്ന അവസ്ഥ 2019 പോകുമ്പോൾ ഉണ്ടാകും എന്ന് താങ്കൾ ഉറപ്പിച്ചു കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇവിടെ ശരിക്കും കോൺഗ്രസ് വിതയ്ക്കാത്തത് കൊയ്യാൻ വേണ്ടി പോവുകയാണ് ഗുജറാത്തിൽ. അതാണ് അതിന്റെ വസ്തുത. വിതയ്ക്കാത്തതാണ് കോൺഗ്രസ് കൊയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ നയങ്ങൾ ജനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധി രാഷ്ട്രീയപരമായി ഏറ്റെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ജാതീയമായി പലരും ഏറ്റെടുത്തു. ആ ജാതീയമായ ഭിന്നിപ്പ്, ഈ ജനവിരുദ്ധമായ വികാരം ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായി വന്നതുകൊണ്ട് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരെ മറിച്ച് കോൺഗ്രസും ഇതേ നയം തുടരുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ മറിച്ച് പിന്നീടും സംഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇവർ ഈ വർഗീയതയും ജാതീയതയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ജനവിരുദ്ധമായ നവലിബറൽ നയങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടി കഴിയണം. ആ കാണിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും. ഇന്ത്യ അവസാനം അങ്ങനെയായി മാറുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും MS കുമാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണത്. നരേന്ദ്രമോദി ഉള്ള ഇന്ത്യ BJP എന്ന് പറഞ്ഞുകൊണ്ട് 2019 പോകണമെങ്കിൽ ഒരു ജയം ഇവിടെ അനിവാര്യമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാലേ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. 150 ഇല്ലെങ്കിൽ കൂടി അത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോഴും അത്ര വലിയ കാര്യങ്ങളൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ടല്ലോ അല്ലേ? ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് അതിലേക്ക് പ്രതീക്ഷ വെക്കണ്ട, ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഗുജറാത്തിൽ ഉറപ്പായി BJP ജയിക്കാൻ പോകുന്നതാണ്. അത് നരേന്ദ്രമോദിയുടെ 2019 നരേന്ദ്രമോദി പ്രതീക്ഷ അങ്ങനെയൊന്നും പറഞ്ഞങ്ങ് പോണ്ട കേട്ടോ. ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. നമ്മൾ ഇതേ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടും. രാജ്മോഹൻ ഉണ്ണിത്താനും ഞാനും ഈ SP സജീഷും ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഈ വാദഗതികളൊക്കെ അന്നും എൻ്റെ സുഹൃത്തുക്കൾ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും 18-ാം തീയതി രാത്രി 8 മണിക്കും ഇതേ പാനൽ തന്നെ ഉണ്ടാകുമെന്നാണ് എന്നോട് അതിഥികളും നേരത്തെ സമ്മതിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെ ശ്രമിക്കാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കളുടെ വാക്കുകൾ അവസാനിപ്പിക്കാം. അല്ല, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൗണ്ട് ഡൗണിന്റെ തുടക്കമാണ്. പ്രധാനമന്ത്രിയുടെ കൗണ്ട് ഡൗണിന്റെ തുടക്കമാണ്. ഞാൻ സജീഷ് അടക്കമുള്ള ആളുകളോട് പറയുന്നു, ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു കൂട്ടായ്മ 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. അതിന് അന്ധമായ കോൺഗ്രസ് വിരോധം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കാരണം 29 സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, ആ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ മതേതര ശക്തികൾ ഈ വർഗീയ ഫാസിസ്റ്റ് ഭരണത്തെ താഴെ ഇറക്കാൻ, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ, ഒരു ജനാധിപത്യ മതേതര ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഒരുമിക്കണം. അതിന് ഈ അന്ധമായ കോൺഗ്രസ് വിരോധം ഒരു തടസ്സമായി കൊണ്ടുവരാൻ തീർച്ചയായിട്ടും എന്തായാലും BJP താഴെ വരും. അതിന് കോൺഗ്രസ് മുന്നിൽ ഉണ്ടാകുമെന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോഴും അന്ധമായ കോൺഗ്രസ് വിരോധം തീർക്കണമെങ്കിൽ ശ്രീ സജീഷ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് മാറേണ്ടത് കോൺഗ്രസിന്റെ നയങ്ങൾ കൂടിയാണ്. ഇപ്പോൾ ഈ വിതയ്ക്കാതെ കൊയ്യുന്നത് ഒരു അവസരമായി എടുത്ത് മുന്നോട്ട് പോയാൽ 2019 അടി കിട്ടുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ശ്രീ സജീഷ് നടത്തിയത്. എന്തായാലും ആ പരാമർശത്തിൽ തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ MS കുമാർ, ശ്രീ സജീഷ്, ശ്രീ ഷാജി M ജോസഫ്. ഇടവേളയിലേക്ക് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.